പ്രവർത്തകരിങ്ങനെ പെട്ടെന്ന് വനിതാ പ്രവർത്തകരടക്കം നിരവധി ആളുകൾ വളരെ വേഗം ഓടി മുൻപിലെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങ് തൊട്ടടുത്ത് കാണാനുള്ള എല്ലാ ആവേശത്തിലും മറ്റുമാണ് ദൃശ്യങ്ങളിൽ കാണാം. ദാ ഈ 7 മണി സമയമായപ്പോൾ തന്നെ ഏതാണ്ട് 7:12 ആയപ്പോൾ തന്നെ സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞ് കവിയുകയാണ്. പാസ് ഉപയോഗിച്ചാണ് പ്രവർത്തകരെ അകത്തേക്ക് കയറ്റുന്നത്. പാസ് നേടിയവർക്ക് മാത്രമാണ് പ്രവേശനം. പക്ഷേ അപ്പോഴും ഒരുപാട് ആളുകൾ ദൃശ്യങ്ങൾ കാണാം. UDF വരുന്നതാണോ പിണറായി പോകുന്നതാണോ സന്തോഷം? പിണറായി പോകുന്നത് സന്തോഷം. കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി. കേരളത്തിന്റെ CPM-ന്റെ അവസാന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 5 വർഷം കാണോ ഐക്യമൊക്കെ? 5 വർഷം അടുത്ത 15 വർഷം UDF. 10 വർഷം ഞങ്ങൾ അനുഭവിച്ച വേദന, ഈ കേരളം അനുഭവിച്ച വേദന, അതിനുള്ള മറുപടിയാണ് ഇത്. ഇനി ഈ കേരളം കമ്മ്യൂണിസ്റ്റ് സ്വപ്നം കാണണം. കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ്. 5 വർഷമല്ല 15 വർഷം വരെ തുടർന്നു പോകുന്ന പറയുന്നത്. അതിലൊരു ആവേശം തുടക്കത്തിൽ പ്രകടമാണ്. ഇനി എന്ത് ആദ്യ ദിവസം വലിയ ആവേശം, അതിനൊരു തർക്കമില്ല കാര്യത്തിൽ. അത് തന്നെയാണ് ഇവര് നിലപാടിന്റെ രാജകുമാരൻ. എല്ലായിടത്തും VD സതീശനാണ് താരം. സതീശൻ തന്നെയാണ് ഏറ്റവും മുഖ്യമായി ഇവർക്ക് മുന്നിൽ താരമായി ഉയർത്തിക്കാട്ടുന്നത്. നമുക്ക് ആവേശം കാണാം, പ്രവർത്തകരുടെ ആവേശം കാണാം. സെൻട്രൽ സ്റ്റേഡിയം അല്പസമയം മുമ്പാണ് ആളുകളെ കടത്തിവിട്ട് തുടങ്ങിയത്. 9 മണി വരെ മാത്രമാണ് പ്രവേശനം. 50,000 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു പന്തലാണ് അവിടെ തയ്യാറായിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വളരെ വേഗം പ്രവർത്തകർ വളരെ വേഗം ഓടി ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും ദൃശ്യങ്ങളും മറ്റും കാണാം. ഈ അല്പസമയത്തിനകം തന്നെ ഈ പന്തൽ നിറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേഗം തന്നെ പന്തൽ നിറയും. ഇപ്പോൾ വനിതകളടക്കം മലപ്പുറത്തു നിന്നൊക്കെ വന്ന ഒരുപാട് ബസ്സുകളൊക്കെ ഇന്നലെ മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ മുൻവശത്ത് ഏറ്റവും മുൻപിൽ നിരകൾ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രവർത്തകർ എന്നറിയണം. അത്രത്തോളം ആവേശമുണ്ട്. നേരത്തെ സൈത്ത് മരണമൊക്കെ പറഞ്ഞതുപോലെ 10 വർഷത്തെ ഒരു വരൾച്ചയ്ക്ക് ശേഷം വലിയ ഭൂരിപക്ഷത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരികയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിലും ആ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. 4 പതിറ്റാണ്ടിന് ശേഷമാണ് പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന കാര്യം VD സതീശൻ ഓർമ്മിപ്പിച്ചു.